വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കിലിയൻ എംബാപ്പ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി ആ ഒരു കാര്യത്തോട് ഒരു റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് ലയണൽ മെസ്സി ഒരു ചോദ്യചിഹ്നമാണ് എംബാപ്പന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് എംബാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: യൂറോ കപ്പ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കളിയാണ്, യൂറോ കപ്പ് നേടാനാണ് വളരെ ബുദ്ധിമുട്ട്, വേൾഡ് കപ്പ് വളരെ ഈസി ആയിട്ട് നേടാമെന്നാണ് എംബാപ്പയുടെ വാദം. അതിനെതിരായിട്ടാണ് ലയണൽ മെസ്സി ഒരു ചോദ്യചിഹ്നം അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് ഇപ്പോൾ വെച്ച് നീട്ടിയിട്ടുള്ളത്. ലയണൽ മെസ്സി പറയുന്ന കാര്യം ഇങ്ങനെയാണ്. മെസ്സി പറയുന്നത് 5 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ബ്രസീലും 3 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ അർജന്റീനയും അതുപോലെ തന്നെ 2 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഉറുഗ്വേയും ഇല്ലാതെ എങ്ങനെയാണ് ഈ യൂറോ കപ്പ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കപ്പായി മാറുന്നത് എന്നാണ് ലയണൽ മെസ്സിയുടെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ലയണൽ മെസ്സി എംബാപ്പന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഇതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ലയണൽ മെസ്സി പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലയണൽ മെസ്സി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എംബാപ്പന്റെ ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, എംബാപ്പന്റെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഫ്രാൻസിൽ വന്ന ഉടനെ തന്നെ വളരെ ഈസിയായി കൊണ്ട് അടിച്ചൊരു കപ്പാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം സ്വന്തമാക്കി വന്ന ടൈമിൽ തന്നെ അദ്ദേഹം സ്വന്തമാക്കിയ ഒരു കപ്പാണ് വേൾഡ് കപ്പ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഫ്രാൻസിൽ എത്തിയതിനു ശേഷം ഇതുവരെ യൂറോ കപ്പ് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. സോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യത. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തോട്, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് കപ്പുകളിൽ നിന്ന് മേജർ ആയിട്ടുള്ള വമ്പൻ ടീമുകൾ വന്നിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. അതുകൊണ്ട് വേൾഡ് കപ്പ് തന്നെയാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയ ഒരു കപ്പ് എന്ന് പറയുന്നത്. സോ അത് നേടാൻ തന്നെയാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളത്. യൂറോ കപ്പ് കളിക്കുന്ന എല്ലാ മേജർ ആയിട്ടുള്ള വമ്പൻ ടീമുകളും വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കപ്പിലുള്ള മേജർ ടീമുകളും വന്നിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോ കപ്പുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് വേൾഡ് കപ്പ് തന്നെയാണ് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറയാൻ പറ്റും, കോപ്പ അമേരിക്ക എന്നുള്ള കപ്പിനേക്കാളും വളരെ വളരെ ഡിഫിക്കൽട്ടാണ് യൂറോ കപ്പ് നേടിയെടുക്കുന്നത്. കാരണം ഒരുപാട് മേജർ ആയിട്ടുള്ള ടീമുകൾ യൂറോ കപ്പിൽ കളിക്കുന്നുണ്ട് കോപ്പയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ കോപ്പ അമേരിക്ക, യൂറോ കപ്പും കോപ്പ അമേരിക്കയും താരതമ്യം ചെയ്യുന്ന സമയത്ത് യൂറോ കപ്പ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കപ്പാണ്. എംബാപ്പക്ക് അങ്ങനെയൊക്കെ പറയാം, കാരണം എംബാപ്പ വന്ന ടൈമിൽ തന്നെ അടിച്ചൊരു കപ്പാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇതുവരെ യൂറോ കപ്പ് അടിക്കാൻ സാധിച്ചിട്ടില്ല. സോ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിഗമനമാണത്. അല്ലാതെ ലയണൽ മെസ്സി പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യൂറോ കപ്പ് അടിക്കുന്ന അത്ര സിമ്പിൾ അല്ല വേൾഡ് കപ്പ് അടിക്കാൻ. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരുപാട് മേജർ ആയിട്ടുള്ള എല്ലാ കപ്പുകളിൽ നിന്ന് മേജർ ആയിട്ടുള്ള ടീമുകൾ വന്ന് കളിക്കുന്ന ഒരു കപ്പാണ് വേൾഡ് കപ്പ്. സോ എനിവേ അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും യൂറോ കപ്പിനേക്കാളും. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, കോപ്പയും യൂറോ കപ്പ് നോക്കുന്ന സമയത്ത് കോപ്പ നേടുന്നതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ് യൂറോ നേടുന്നത്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് മറ്റുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഞാനിങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാനിങ്ങനെ പറയാനുള്ള ഏക കാരണം, കോപ്പ അമേരിക്കയിൽ നിന്ന് എത്ര ടീമുകൾ വേൾഡ് കപ്പ് നേടി എന്ന് നോക്കുന്ന സമയത്ത് അർജന്റീന, ബ്രസീൽ, അതുപോലെ തന്നെ ഉറുഗ്വേ. യൂറോ കപ്പിൽ നിന്ന് എത്ര ടീമുകൾ വേൾഡ് കപ്പ് നേടി എന്ന് നോക്കുന്ന സമയത്ത് സ്പെയിൻ നേടിയിട്ടുണ്ട്, ഇംഗ്ലണ്ട് നേടിയിട്ടുണ്ട്, ഫ്രാൻസ് നേടിയിട്ടുണ്ട്, ഇറ്റലി നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജർമ്മനിയും നേടിയിട്ടുണ്ട്. 5 ടീമുകൾ നേടിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, എത്ര ടീമുകൾ കോപ്പ അമേരിക്കന്ന് ഫൈനൽ കളിച്ചിട്ടുണ്ട്, വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചിട്ടുണ്ട്? ഈ 3 ടീമുകൾ മാത്രം കളിച്ചിട്ടുള്ളൂ, അർജന്റീന, അതുപോലെ തന്നെ ഉറുഗ്വേ, അതുപോലെ തന്നെ ബ്രസീലും. പക്ഷെ യൂറോ കപ്പിൽ ഫൈനൽ കളിച്ച ടീമുകൾ, യൂറോ കപ്പ് കളിക്കുന്ന ടീമുകൾ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ടീമുകളെ നോക്കുന്ന സമയത്ത് ക്രൊയേഷ്യ ഫൈനൽ കളിച്ചിട്ടുണ്ട്, സ്വീഡൻ കളിച്ചിട്ടുണ്ട്, ചെക്കോസ്ലോവാക്യ കളിച്ചിട്ടുണ്ട്, ഹംഗറി കളിച്ചിട്ടുണ്ട്, നെതർലാൻഡ് കളിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ സ്പെയിനും ഇംഗ്ലണ്ടും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയൊക്കെ കളിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിച്ച ടീമുകൾ നോക്കുന്ന സമയത്ത് മെജോറിറ്റി ടീമുകളും യൂറോ കപ്പ് കളിക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് ആ ഒരു കപ്പ് നേടിയെടുക്കുന്നത് കോപ്പ അമേരിക്ക നേടിയെടുക്കുന്നതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോളേഴ്സ് മൈൻഡ്.